എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കയ്യിൽ ഫോണില്ല, ഒരു വീഡിയോയും പ്ലേ ചെയ്യാനില്ല. പക്ഷേ ചില കാര്യങ്ങൾ സംസാരിക്കണം തോന്നി. കഴിഞ്ഞ 2 ദിവസം നമ്മൾ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ കിച്ചുവിനെതിരെ സംസാരിച്ച കുറച്ച് കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ ഇൻ്റർവ്യൂവും അതുപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂവും ഒക്കെ വെച്ച് ഒരുപാട് റിയാക്ഷൻ വ്ളോഗേഴ്സ് വീഡിയോകൾ ചെയ്യുന്നത് കണ്ടു, ഞാനും ചെയ്തു. എന്നാൽ ഇന്നലെ മുതൽ അല്ലെങ്കിൽ ഇന്ന് രാവിലെ മുതൽ കാണുന്ന ചില വീഡിയോകൾ കിച്ചുവിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചില എന്താ പറയുക അജണ്ട വെച്ചുള്ള വീഡിയോകൾ കണ്ടു തുടങ്ങി. കിച്ചുവിനെ കുറിച്ച് അന്വേഷിച്ചു. കിച്ചുവിൻ്റെ കാര്യങ്ങൾ പലതും നമ്മൾ അറിഞ്ഞതൊന്നല്ല, സത്യങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഞെട്ടിപ്പോവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിനകത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു വീഡിയോ ആണ് അനീഷ് വ്ളോഗ്സിലെ അനീഷ് ചെയ്ത വീഡിയോ. ഞാൻ എപ്പോഴും എൻ്റെ കഴിഞ്ഞ 2 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിച്ചു തെറ്റ് ചെയ്താൽ നമുക്ക് അവനെ വിമർശിക്കാം. അവൻ തെറ്റ് ചെയ്തിരുന്നു, അവൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റുകൾ അതെല്ലാം അവൻ ഏറ്റു പറഞ്ഞു. അതെല്ലാം അവൻ്റെ ചെറുപ്രായത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ, അവൻ്റെ പാരൻറ്റിങ്ങിൻ്റെ കുഴപ്പം, അവനെ വളർത്തിയ ആളുകൾ അവനെ നേരായ രീതിയിൽ വളർത്താത്തതിൻ്റെ കുഴപ്പം, അതുകൊണ്ട് തന്നെ അവൻ്റെ ടീനേജ് പ്രായത്തിലുണ്ടായ പ്രശ്നങ്ങൾ. നമുക്ക് എല്ലാവർക്കും, ഞാനും നിങ്ങളും ഒന്നും പെർഫെക്റ്റ് അല്ല. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടാവും. ഞാനൊക്കെ ഒരുപാട് അടി ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്രണ്ട്സുമായിട്ട്. കളിക്കാൻ പോയിട്ട് അവിടെ അലമ്പട്ടായിട്ടുണ്ട്, വീട്ടിൽ ഇഷ്ടംപോലെ പരാതികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് മിസ്റ്റേക്കുകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കിച്ചുവിനെ വിമർശിക്കുന്ന ആൾക്കാർ, ഞാൻ ഇപ്പോഴും പറയുന്നു, കിച്ചു പൂർണ്ണമായിട്ടും ശരിയായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവൻ ഇപ്പോൾ നമ്മുടെ മുന്നിൽ അവൻ തെറ്റ് ചെയ്യാതെ അവൻ്റെ ജോലി നോക്കി മാന്യമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരനാണ്. എന്തിനാണ് അവനെ വീണ്ടും വീണ്ടും പുറകെ നടന്ന് ഉപദ്രവിക്കുന്നത്? അനീഷിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, അനീഷ് ആ വീഡിയോയ്ക്കകത്ത് കിച്ചുവിന്റെ പഴയ ഒരു വീഡിയോ, ഈ അമ്മയോട് എനിക്ക് ഇഷ്ടം തോന്നിയിട്ട് തന്നെയാണ് അച്ഛനോട് പറഞ്ഞത്, ഈ അമ്മ മതിയെന്ന് പറഞ്ഞത് എന്ന് പറയുന്നൊരു വീഡിയോ. അത് കിച്ചുവിൻ്റെ ഏത് പ്രായത്തിലാണ്? എനിക്ക് തോന്നുന്നു അത് അവൻ്റെ 13ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 12ാമത്തെ വയസ്സിലോ ഒക്കെ ഉള്ളൊരു വീഡിയോ ആയിരിക്കും. ചെറുപ്രായത്തിലുള്ള വീഡിയോ ആണ്. അതിനുശേഷം അവനും അവൻ്റെ കൂട്ടുകാരനും കൂടി ചേർന്നുള്ളൊരു വീഡിയോ. അതിനകത്ത് അവൻ പറയുന്നുണ്ട്, അവനെ വളർത്തിയത്, അവനെ നോക്കിയത് അവൻ്റെ അച്ഛമ്മയും അവൻ്റെ അച്ഛനും ഒക്കെ ചേർന്നാണ് നോക്കിയതെന്ന് പറയുന്നു. ഈ 2 വീഡിയോ ക്ലിപ്പും വെച്ചിട്ട് അനീഷ് എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ബിഷപ്പിന്റെ ഇന്റർവ്യൂ വന്നതിന് ശേഷം കിച്ചുവിനെ സപ്പോർട്ട് ചെയ്ത അനീഷ് ഒറ്റ ദിവസം കൊണ്ട് മാറാനുള്ള കാരണം എന്താണ്? ബിഷപ്പ് അനീഷിനെ വിളിച്ച് സംസാരിച്ചോ, അതോ മറ്റാരെങ്കിലും അനീഷിനെ വിളിച്ചിരുന്നോ? ആ വീഡിയോയുടെ തമ്മിൽ എന്ന് പറയുന്നത് കിച്ചുവിന്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്ത്, കിച്ചു അറസ്റ്റിലേക്ക് എന്നൊക്കെ പറഞ്ഞാണ് ആ വീഡിയോ ചെയ്തേക്കുന്നത്. ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? അവൻ വളർന്നു വരുന്നൊരു പയ്യനാണ്. അവന്റെ ലൈഫിൽ ഏതോ ഒരു സമയത്ത് അവൻ മോശം രീതിയിൽ സഞ്ചരിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ അവന്റെ ഈ പ്രായത്തിൽ അവൻ മര്യാദയ്ക്കല്ലേ ജീവിക്കുന്നത്, അല്ലേ? ആരെങ്കിലും അവൻ ദ്രോഹിക്കാൻ വരുന്നുണ്ടോ? നിങ്ങൾ പറയും, നീ എന്താ കിച്ചുവിന്റെ കൊട്ടേഷൻ എടുത്തേക്കാണോ? അല്ലെങ്കിൽ കിച്ചുവിന് വേണ്ടി എന്തിനാണ് സംസാരിക്കുന്നത്? അവന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണോ? അവന്റെ കഴിഞ്ഞ കാലം അല്ല എടുത്ത വിഷയം, അവൻ ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, അവന്റെ കുട്ടിക്കാലത്ത് അവന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. ആ തെറ്റുകളിൽ കുറേയൊക്കെ അവൻ ഏറ്റു പറഞ്ഞു. അവന്റെ ജീവിതം എങ്ങനെയായിരുന്നു, അവൻ എന്തുകൊണ്ട് അങ്ങനെ ആയി, തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവൻ നമ്മുടെ മുന്നിലാണ്, സോഷ്യൽ മീഡിയയുടെ മുമ്പിലാണ് വന്ന് സംസാരിച്ചത്. അവൻ വ്യക്തികളോടല്ല സംസാരിച്ചത്, പബ്ലിക്കായിട്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അനീഷ് പറയും, അവൻ പറഞ്ഞതൊന്നും അല്ല മിസ്റ്റേക്ക്, അതിലും വലിയ മിസ്റ്റേക്കുകളുണ്ട്. ഒരു ആണിന് നേരെ ആരോപിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് അവനൊരു പെണ്ണിനെ കയറി പിടിച്ചെന്നായിരിക്കും, അല്ലെങ്കിൽ അവൻ ആ പെണ്ണിനെ മോശം രീതിയിൽ അപ്രോച്ച് ചെയ്തെന്നായിരിക്കും, അല്ലേ? അതൊരു വലിയ തെറ്റാണ്, ഞാൻ അല്ലെന്ന് പറയുന്നില്ല. പക്ഷേ കിച്ചു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, എല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്നു അവനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അവനെക്കുറിച്ച് അതറിയാം, അവനെക്കുറിച്ച് ഇതറിയാം, അതൊക്കെ പുറത്ത് വന്നാൽ നിങ്ങൾ എല്ലാവരും അവനെ വെറുത്തു പോകും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാർക്കും പുറത്ത് പറയാൻ വയ്യ. പക്ഷേ എല്ലാവരും ഇങ്ങനെ ബോംബ് പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താ ഭീഷണിപ്പെടുത്തണോ അവനെ? അവനിനി നാവെടുക്കാതിരിക്കാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുകയാണോ? അവനിനി ഒന്നും സംസാരിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നതാണോ? എനിക്കത് മനസ്സിലാവുന്നില്ല. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പല വിഷയങ്ങളിൽ സംസാരിക്കാറുണ്ട്, പക്ഷേ കാര്യമില്ലാത്ത കാര്യം വെച്ചിട്ട് അനീഷ് ആ വീഡിയോയ്ക്കകത്ത് എനിക്ക് പലതും അറിയാം, ഞാൻ പലതും അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഞങ്ങൾക്ക് ചെയ്തൊരു കാര്യമുണ്ട്. ഒരു കാര്യം അന്വേഷിച്ച് കണ്ടെത്തിയാൽ തെളിവുണ്ടെങ്കിൽ ആ തെളിവ് സഹിതം എന്ത് ചെയ്യും? പുറത്തുവിടും. അതാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഉണ്ടെന്ന് പറയുന്നതല്ലാതെ അനീഷ് ആ വീഡിയോക്കകത്തൊന്നും പറയുന്നില്ല. അനീഷിനോട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു. അത് ഒന്നുകിൽ ബിഷപ്പ് പറയും, അല്ലെങ്കിൽ രേണു പറയും. എന്താണ് അനീഷ് ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ കൊണ്ട്? റിയാക്ഷൻ വ്ളോഗേഴ്സ് തമ്മിലുള്ള സംസാരത്തിന് ഇടയുണ്ടാവേണ്ട കാര്യമല്ല ഇത്. പക്ഷേ അനീഷിൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര വിഷമം തോന്നി. രേഷ്മ പി തങ്കച്ചനെ കുറിച്ച് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്ത ആൾക്കാരുടെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ അതിലൊന്ന് അനീഷിൻ്റെ പേരായിരിക്കും, അല്ലേ? അതിലെല്ലാം അനീഷ് ശക്തമായിട്ട് രേഷ്മ പി തങ്കച്ചനെ വിമർശിച്ച് സംസാരിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴൊക്കെ ബിഷപ്പിനെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്, നമ്മളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തു, നിരന്തരം സംസാരിച്ചിട്ടുണ്ട്. ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തും രേഷ്മ പി തങ്കച്ചനെ ഒപ്പോസ് ചെയ്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതേ ബിഷപ്പ് ഒന്ന് രേഷ്മ പി തങ്കച്ചനെ സപ്പോർട്ട് ചെയ്തു. അവരെ സപ്പോർട്ട് ചെയ്തതിലല്ല എൻ്റെ വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തിയത്. അവരെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം കിച്ചുവിനെ എന്തിന് പബ്ലിക്കിൽ ഇട്ട് കൊടുക്കാൻ ശ്രമിച്ചു, അതിന് മാത്രമാണ് എൻ്റെ വിയോജിപ്പ്. രേഷ്മ പി തങ്കച്ചൻ്റെ അസുഖം എങ്ങനെ നിൽക്കുന്നു, അതുകൊണ്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനോടൊന്നും നമുക്ക് യാതൊരു പ്രശ്നമില്ല, അത് ആർക്കും സപ്പോർട്ട് ചെയ്യാം. ഒരുപാട് പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് അവരുടെ വീഡിയോയുടെ താഴെ പോയി മോശം കമൻറ്റുകൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വ്യക്തിപരമാണ്, ഓരോരുത്തരുടെ താല്പര്യമാണ്. പക്ഷേ അവിടെ കിച്ചു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ എന്തിനാണ് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കാൻ ശ്രമിച്ചത്? ഇതിനോട് മാത്രമേ എതിർത്ത് സംസാരിച്ചിട്ടുള്ളൂ. അച്ഛനെ ആര് വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാം, അത് അച്ഛൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഓക്കെ, അവരെ സപ്പോർട്ട് ചെയ്യുകയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യാം, അതെല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ വേറൊരാളെ യാതൊരു കാര്യവുമില്ലാണ്ട് കിച്ചു അദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്യാനോ കിച്ചു അദ്ദേഹത്തെ മോശം പറയാനോ ഒന്നും ഇതുവരെയും പോയിട്ടില്ല. കിച്ചു ആ
പ്രോപ്പർട്ടിയിൽ പോലും അനാവശ്യമായിട്ട് കയറിപ്പോയോ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കി ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് കിച്ചുവിനെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തത്? ഇതിനെതിരെയാണ് നമ്മൾ സംസാരിച്ചത്. അനീഷ് ഇപ്പൊ എന്താ ചെയ്യുന്നത്? അനീഷും ചെയ്യുന്നത് അത് തന്നെയാണ്. കിച്ചുവിന്റെ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞിട്ട് കിച്ചുവിനെ പേടിപ്പിക്കുകയാണോ അതോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ? എന്താണ് അനീഷ് ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ അനീഷ് ഇതിന് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടൊക്കെ വരുമായിരിക്കും. എന്നാൽ പോലും എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ചോദിച്ചത് മാത്രം. അവനെ വെറുതെ വിട്ടേക്ക്. നിങ്ങൾ എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഇപ്പോൾ ഇന്ന് നിങ്ങൾ സംസാരിച്ച ആ വീഡിയോ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? അച്ഛന് വേണ്ടിയാണോ? അച്ഛൻ നിങ്ങളെ വിളിച്ച് സംസാരിച്ചിട്ടാണോ? എനിക്ക് അങ്ങനെയൊക്കെ സംശയങ്ങൾ തോന്നുകയാണ്. അച്ഛൻ നിങ്ങളെ വിളിച്ച് സംസാരിച്ചു, അനീഷ് അങ്ങനെയുള്ള കാര്യം ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞ് സംസാരിച്ചതുപോലേക്ക് എനിക്ക് തോന്നുന്നതാണ്. ഞാനിത് പറയാൻ കാരണം ഇന്നലെ അച്ഛനെ വിമർശിച്ച ഒരാളാണ് അനീഷ്, അച്ഛനെതിരെ സംസാരിച്ച ആളാണ് അനീഷ്. ഇന്ന് വന്നിട്ട് കിച്ചുവിനെതിരെ സംസാരിക്കുന്നു. അവൻ എന്ത് തെറ്റ് ചെയ്തു? അവൻ പണ്ട് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ മറന്നേക്ക്. അത് കഴിഞ്ഞു. അവൻ്റെ പ്രസന്റ് ലൈഫിൽ അവൻ എങ്ങനെ ജീവിക്കുന്നു? അവൻ്റെ ലൈഫിൽ അവൻ അത്യാവശ്യം മാന്യമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു പയ്യൻ. നാളെ അവനത് തെറ്റ് ചെയ്താൽ അപ്പം നമുക്ക് വിമർശിക്കാം. ഉറപ്പായിട്ടും അതിൽ ഏറ്റവും മുന്നിൽ ഞാനുണ്ടാവും, അവനെ തിരുത്താൻ വേണ്ടിയും അവനെ വിമർശിക്കാൻ വേണ്ടിയും. അവൻ തെറ്റ് ചെയ്താൽ. അല്ലാതെ എന്തിനാണ് അവനെ വെറുതെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് അവൻ്റെ മനസ്സമാധാനം നിങ്ങൾ എന്തിനാണ് കളയുന്നത്? എത്ര ആലോചിച്ചു അനീഷിന് ഇന്നത്തെ ആ വീഡിയോ എന്തിനു വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? ഞാൻ ബിഷപ്പിനോട് ചോദിച്ചു അതേ ചോദ്യം ചോദിക്കുകയാണ്. ബിഷപ്പ് കൊടുത്ത ഇന്റർവ്യൂ ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? അതേ ചോദ്യം അനീഷിനോട് ചോദിക്കുകയാണ്. അനീഷിൻ്റെ ആ വീഡിയോ ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? അനീഷ് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ആരും കിച്ചുവിന് അത്ര പുണ്യവാളനാക്കാൻ നോക്കണ്ട. കിച്ചുവിൻ്റെ ഭാഗത്തും ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, അവൻ്റെ ചെറുപ്രായത്തിൽ, അവൻ്റെ ടീനേജ് പ്രായത്തിൽ അവനുണ്ടായ തെറ്റുകൾ അത് പറഞ്ഞ് മനസ്സിലാക്കി അവനെ തിരുത്തേണ്ട ആൾക്കാർ അതിന് തയ്യാറാവാത്തതിൻ്റെ പേരിൽ അവൻ അങ്ങനെയൊക്കെ ആവേണ്ടി വന്നു. അങ്ങനെ ചെയ്തു പോയി. പിന്നെയും അവൻ്റെ ജീവിതത്തിൽ അതൊരു ട്രോമയായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണോ നമ്മളൊക്കെ ശ്രമിക്കേണ്ടത്? അതിനുവേണ്ടിയാണോ നമ്മൾ നിൽക്കേണ്ടത്? അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, കിച്ചുവിനെ വീണ്ടും പഴയ ലൈഫിലേക്ക് ആരും കൊണ്ടുപോകാൻ ശ്രമിക്കല്ലേ. അവൻ്റെ നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോട്ടെ. അവൻ ആർക്കൊരു ദ്രോഹം ചെയ്യുന്നില്ല. അവൻ എവിടെ അനാവശ്യമായിട്ട് റിയാക്ട് ചെയ്യാൻ വരുന്നില്ല. ശരിക്കും ഇപ്പോഴത്തെ വിഷയം പോലും ആവശ്യമില്ലാത്തതാണ്. അവനൊരു വീഡിയോ ചെയ്യാൻ നിർബന്ധിതനായതിനു ശേഷമാണ് അവനത് ചെയ്യുന്നത്. അതിനവൻ ഒരുപാട് കുറ്റങ്ങൾ കേട്ടു. ഞാനും അവനോട് പറഞ്ഞു, അവൻ്റെ ആദ്യത്തെ വീഡിയോ അത് വേണ്ടിയിരുന്നില്ല, എല്ലാവരുടെയും വിഷമം മാറ്റാൻ വേണ്ടി ഞാൻ പോകുന്നു എന്ന് പറയുന്ന ആ വീഡിയോ അത് വേണ്ടിയിരുന്നില്ല. ഞാൻ അവനോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. അതിനുശേഷം അവൻ വീണ്ടും നിർബന്ധിക്കപ്പെടുകയാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി. ഇപ്പോഴും പറഞ്ഞു, ഒന്നും റിയാക്ട് ചെയ്യാൻ നിൽക്കണ്ട, നീ നിന്റെ കാര്യം നോക്കി പൊക്കോ എന്ന് തന്നെയാണ് പറഞ്ഞത്. പ്രശ്നങ്ങളില്ലാണ്ട് സമാധാനമായിട്ട് അവൻ ജീവിച്ചോട്ടെ, ഒരു പ്രശ്നമായിട്ട് അവൻ പൊക്കോട്ടെ. അതിനവനെ സമ്മതിക്കും, അവനെ അനുവദിക്കും. പല ആൾക്കാരും എഴുതി പിടിപ്പിക്കുന്നതാണ് കിച്ചു അറസ്റ്റിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് അങ്ങനെ എഴുതുന്നതെന്ന്. അപ്പോൾ ഇത്തരത്തിൽ അവനെ വലിച്ച് വീണ്ടും ഡ്രാഗ് ചെയ്യല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യം നിങ്ങൾ തുറന്നു പറയും. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ജനങ്ങൾ അവരുടെ മനസ്സിലൊരു ചോദ്യം വന്നിട്ടുണ്ട്, എന്താണ് കിച്ചു ചെയ്ത അത്ര വലിയ മഹാ അപരാധം എന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ആരും അത് പറയുന്നില്ല. എല്ലാവരും എൻ്റെ കയ്യിൽ ഈ ബോംബുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഒരാൾക്കും ആ ബോംബ് പൊട്ടിക്കാൻ താല്പര്യമില്ല. എന്തുകൊണ്ടാണ്? ആ ബോംബ് കയ്യിലിരുന്നാൽ മാത്രമേ അതൊരു പിടിവള്ളിയായിട്ട് വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട്. പക്ഷെ അത് വൺസ് പൊട്ടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ കിച്ചു അവൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞു പോയാൽ ഇവർക്കാർക്കും നിലനിൽപ്പുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും മിണ്ടാത്തത്. ശരി, വിട്ടേക്ക്. അവൻ്റെ ചെറുപ്രായത്തിൽ അവൻ അങ്ങനെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ക്ഷമിക്കാൻ കേരള സമൂഹം തയ്യാറാണെങ്കിൽ പിന്നെ ആർക്കാണ് നഷ്ടം? എൻ്റെ കമന്റ് ബോക്സിനകത്ത് ഒരുപാട് അമ്മമാർ കമന്റ് ചെയ്തിട്ടുണ്ട്, അവൻ ഇനി എത്ര വലിയ തെറ്റ് ചെയ്താലും അവൻ്റെ പാരന്റിങ്ങിൻ്റെ കുഴപ്പമാണ്, അവൻ്റെ പ്രായത്തിൻ്റെ പ്രശ്നമായിരുന്നു, അതെല്ലാം വിട്ട് അവനിപ്പോൾ നല്ലൊരു ജീവിതം ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ്റെ ജീവിതത്തിൽ അവൻ എന്തൊക്കെയോ നേടണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവൻ്റെ വഴിക്ക് വിട് എന്നാണ് കേരളത്തിലെ അമ്മമാർ പറയുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ചെക്കൻ അവൻ്റെ വഴിക്ക് വിട്ടേക്കുന്നേ. അവൻ ആർക്കും ഒരു ഉപദ്രവത്തിനും വരാതെ ജീവിച്ചു പോവാണ്. അവൻ ആർക്കെതിരെ റിയാക്ട് ചെയ്യാൻ വരുന്നില്ല. പിന്നെ അവൻ എന്തിനാണ് അതിലേക്ക് വലിച്ചിടുന്നത്? അനീഷിന് അറിയാവുന്ന കാര്യങ്ങൾ, അനീഷിൻ്റെ ഒരു അനിയനാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് ഇങ്ങനെ അവനെ ഭീഷണിപ്പെടുത്തോ? ചെയ്യോ? എനിക്ക് തോന്നുന്നില്ല ചെയ്യുമെന്ന്. എന്തുകൊണ്ട് ഇവിടെ അങ്ങനെ കാണാൻ കഴിയുന്നില്ല? ഞാനും അനീഷും ആരും പുണ്യാളന്മാരല്ല. നമുക്ക് എല്ലാവർക്കും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ ചെറുപ്രായത്തിൽ. ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. അതുകൊണ്ട് വിട്ടേക്ക് അവനെ, അവൻ ജീവിക്കട്ടെ. എനിവേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.